വാർത്തകളിലേക്ക്. കോഴിക്കോട് കൊടുവള്ളി നഗരസഭയിൽ വിവാദ വ്യവസായി കാരാട്ട് ഫൈസൽ LDF സ്ഥാനാർത്ഥിയാകും. നാഷണൽ ലീഗ് പ്രതിനിധിയായാണ് LDF സ്ഥാനാർത്ഥിത്വം. കഴിഞ്ഞ തവണ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരത്തിനിറങ്ങിയ കാരാട്ട് ഫൈസൽ ജയിച്ചിരുന്നു. ദീപക് ധർമ്മടം വിവരങ്ങളുമായി. ദീപക്, 2020 അദ്ദേഹത്തെ പട്ടികയിൽ നിന്ന് മാറ്റിയിരുന്നു. പിന്നീട് എതിരാളി 0 വോട്ട് നേടി എന്നൊക്കെയുള്ളത് വാർത്തകളിൽ നിറഞ്ഞതാണ്. പക്ഷേ ഇക്കുറി LDF സ്ഥാനാർത്ഥിയായി തന്നെ മത്സരിക്കുകയാണ് കാരാട്ട് ഫൈസൽ, അല്ലേ? അനുജ, ഏറെ വിചിത്രമായ ഒരു കാര്യം, കഴിഞ്ഞ 2020 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിവാദങ്ങളെ തുടർന്ന് LDF സ്ഥാനാർത്ഥിത്വത്തിൽ നിന്നും നീക്കം ചെയ്ത കാരാട്ട് ഫൈസൽ വിവാദ വ്യവസായി ഇപ്പോൾ LDFന്റെ സ്ഥാനാർത്ഥിയായി കൊടുവള്ളിയിൽ വരുന്നു എന്നുള്ളതാണ്. അതിൽ എടുത്തു പറയേണ്ടത് കൊടുവള്ളിയിലെ 24-ാം വാർഡ്, അതായത് കൊടുവള്ളി നഗരത്തിലെ സൗത്ത് കൊടുവള്ളി എന്ന ഡിവിഷനിലാണ് മത്സരിക്കാൻ പോകുന്നത്. അത് നാഷണൽ ലീഗിൻ്റെ പ്രതിനിധി എന്നുള്ള നിലയിലാണ് ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥിയാകുന്നത് എന്നുള്ളതാണ്. മറ്റൊന്ന്, 2020 ഇയാളെ സ്ഥാനാർത്ഥിയാകുന്നു എന്നുള്ളത് വരുന്നു. അങ്ങനെ CPIMന്റെ സംസ്ഥാന കമ്മിറ്റി, അന്നത്തെ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ തന്നെ നേരിട്ടിടപെട്ടായിരുന്നു സ്ഥാനാർത്ഥിത്വത്തിൽ നിന്നും നീക്കം ചെയ്യുന്നത്. അങ്ങനെ OP റഷീദ് എന്ന നാഷണൽ ലീഗിൻ്റെ ഒരു സ്ഥാനാർത്ഥിയെ അവിടെ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായി വെക്കുകയും ചെയ്തു. ആ സ്ഥാനാർത്ഥിക്ക് 0 വോട്ട്, അതായത് 1 വോട്ട് പോലും കിട്ടിയില്ല. അതേ തുടർന്ന് CPIMന്റെ അവിടെയുള്ള ബ്രാഞ്ച് കമ്മിറ്റി, 13 അംഗങ്ങളുള്ള പാർട്ടി അംഗങ്ങളുള്ള ബ്രാഞ്ച് കമ്മിറ്റി പൂർണ്ണമായും പാർട്ടി പിരിച്ചുവിട്ടു. അതായത് പാർട്ടി അംഗങ്ങൾ പോലും ഇടതുമുന്നണി സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്തില്ല എന്നതായിരുന്നു അന്ന് പാർട്ടി കണ്ടെത്തിയത്. അങ്ങനെയായിരുന്നു പാർട്ടി ജില്ലാ കമ്മിറ്റി നേരിട്ട് ഇടപെട്ടുകൊണ്ട് പാർട്ടിയുടെ അവിടുത്തെ ബ്രാഞ്ച് കമ്മിറ്റിയെ പിരിച്ചുവിടുന്നത്. അവിടുത്തെ ബ്രാഞ്ച് സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ അന്ന് ഈ ഫൈസലിന് വേണ്ടി പ്രവർത്തിച്ചു എന്നൊക്കെയായിരുന്നു പാർട്ടി കണ്ടെത്തിയത്. ആ കാരാട്ട് ഫൈസൽ ഇപ്പോൾ ഇടതുമുന്നണിയുടെ LDFന്റെ സ്ഥാനാർത്ഥിയായി നാഷണൽ ലീഗിന്റെ പ്രതിനിധി എന്നുള്ള നിലയിൽ ഈ കൊടുവള്ളിയിൽ മത്സരിക്കാൻ പോകുന്നു. ഇത് സംഭവിക്കുന്നത് 24-ാം വാർഡിലാണ്. തൊട്ടടുത്ത് 26-ാം വാർഡിൽ OP റഷീദും ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥിയാവുന്നു, നാഷണൽ ലീഗിന്റെ പ്രതിനിധിയായി തന്നെ. അങ്ങനെ വിചിത്രമായ ഒരു സ്ഥാനാർത്ഥി പട്ടിക അല്പസമയത്തിനകം തന്നെ ഔദ്യോഗികമായി പ്രഖ്യാപിക്കാൻ പോവുകയാണ് അനുജ. അതാണ്, കൊടുവള്ളിയിലാണ് കാരാട്ട് ഫൈസൽ മത്സരിക്കാൻ പോകുന്നത്. ഇത്തവണ LDF സ്ഥാനാർത്ഥിയായി തന്നെ മത്സരിക്കാൻ പോവുകയാണ്. കഴിഞ്ഞ തവണ പട്ടികയിൽ നീക്കം ചെയ്തിരുന്നു, പിന്നീട് സ്വതന്ത്രനായി ജയിച്ചിരുന്നു. അദ്ദേഹം LDF സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ പോകുന്നു. ഔദ്യോഗിക പ്രഖ്യാപനം ഉടനുണ്ടാകും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.